ഐഫോൺ കില്ലർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോൺ വേണം, അതായത് പക്ക ഐഫോൺ പോലെ തന്നെ ഇരിക്കണം, പക്ഷേ ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അടിപൊളി ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡ് ബൈ സൈഡ് ഐഫോൺ 15 Pro Max ആൻഡ് ഗൂഗിൾ പിക്സൽ 9 Pro XL. രണ്ട് ഫോണും കാണുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും തോന്നില്ല. ആ ക്യാമറ മോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ ആ ലോഗോകൾ അവിടെ ഇല്ലെങ്കിൽ ഇതിൽ ഏതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും ഭംഗിയായിട്ട് അവർ കോപ്പിയല്ല ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഐഫോണിൽ നിന്ന് എന്നാണ് എനിക്ക് തോന്നിയത്. അത്ര നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത്. ഇത് ബാക്കിൽ നിന്ന് മാത്രമല്ല കേട്ടോ, സൈഡിൽ നിന്ന് നോക്കിയാലും ആ ഒരു ചെറിയ ഒരു കർവ് സൈഡിലുണ്ട്, അതടക്കം പക്കമായിട്ട് ആ ഒരു സെയിം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിക്സൽ ഗ്ലോസി ആണ് ഈ സൈഡ് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം. അത് ഒഴിച്ചു നിർത്തിയാൽ കയ്യിൽ ഫീലൊക്കെ പക്ക സെറ്റാണ്. ഫ്രണ്ട് ഡിസ്പ്ലേ നോക്കിയാൽ പോലും ആ ഒരു സൈഡിലെ ബെസിൽസിന്റെ അളവും കാര്യങ്ങളൊക്കെ പക്ക സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വ്യത്യാസവും. പിന്നെ ഒരു കാര്യം കൂടി ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഈ ഒരു ആനിമേഷൻസ് ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് വന്നിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും വളരെ നന്നായിട്ട് വന്നിരിക്കുന്നു. ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഒരു നല്ല പ്രീമിയം എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിന്റെ യൂസർ എക്സ്പീരിയൻസിൽ കിട്ടും. ഞാൻ പറഞ്ഞത് മറക്കരുത്, യൂസർ എക്സ്പീരിയൻസിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്, ടോപ്പ് പെർഫോമൻസ് കിട്ടുമെന്നല്ല. കാരണം ഇതിന്റെ പെർഫോമൻസ് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ്. ടെൻസർ G4 എന്ന പ്രോസസ്സറും UFS 3.1 സ്റ്റോറേജും എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു പവർ എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്കോർ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് 9 lakhേ കിട്ടിയുള്ളൂ, പലർക്കും 12 ലക്ഷം വരെ കിട്ടിയെന്ന് പറയുന്നു, ഉണ്ടെങ്കിൽ സന്തോഷം. ഇതെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോഴത്തെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 15-18 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം റേഞ്ചിലൊക്കെ ചില ഫോണുകളിൽ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒന്നുമില്ല, പകുതിയേ ഉള്ളൂ പെർഫോമൻസ്. സോ പെർഫോമൻസ് നോക്കിക്കൊണ്ട് ഈ ഫോൺ ആരും എടുക്കരുത്. പിന്നെ ഈ പറഞ്ഞതിന് ഒരു കാരണം കൂടിയുണ്ട്, അതായത് ഈ കാണുന്നത് ത്രോട്ടിലിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് ആണ്. അങ്ങ് താഴെ പോയി കിടക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് പൊന്തുന്നില്ല, ഒരറ്റത്ത് പോയി അവസാനം വരെയും പൊന്തില്ല എന്നുള്ളതാണ്. സോ ത്രോട്ടിലിംഗ് ടെസ്റ്റും വളരെ ശോകമാണ്, 43% ഒക്കെയാണ്. സോ പെർഫോമൻസ് ഓറിയന്റഡ് ഫോണേ അല്ല, പക്ഷേ സാധാരണ യൂസിന് കുഴപ്പമില്ല. ഇനി ഇതിന്റെ ക്യാമറ നോക്കിയാൽ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് തള്ളി വെക്കേണ്ട ആവശ്യമില്ല, പിക്സൽ ബെസ്റ്റ് ആണ്. ഇപ്പോൾ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ S24 Ultra, ഐഫോൺ 16 Pro അല്ലെങ്കിൽ 15 Pro Max ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ടോപ്പാണ്. ഇവിടെയും സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ സാമ്പിൾ അടക്കം ഞാൻ കാണിക്കുന്നുണ്ട്, ഒരുപാടൊന്നും കാണിക്കുന്നില്ല. പിക്സലിന്റെ ക്യാമറാസിന്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയും അവർ ആ നിലവാരം കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി 5060 mAh ബാറ്ററിയാണ്, 37 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിങ്. 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ആയിട്ട് ചാർജ് ചെയ്തെടുക്കാം. ബാറ്ററി ലൈഫും ഇതൊക്കെ ഡീസന്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടി, യാതൊരു ഇഷ്യൂസും കണ്ടില്ല. കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ, എങ്കിലും ഡീസന്റ് ആണ്. അതേപോലെ തന്നെ 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ചില ഇൻട്രസ്റ്റിംഗ് ആയ പുതിയ ഫീച്ചർ ഉണ്ട്. ഓൾറെഡി ഇതിലുള്ള ഫീച്ചറുകൾ നമുക്കറിയാം, അതായത് മാജിക് എഡിറ്റർ, മാജിക് ഇറേസർ, ബെസ്റ്റ് ടേക്ക്, ഫോട്ടോ അൺബ്ലർ, സൂം എൻഹാൻസ്, പോർട്രേറ്റ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഫീച്ചറുകൾ ഇതിനകത്തുണ്ട് ഗൂഗിൾ ഫോട്ടോസിന്റെ ഭാഗത്ത്. അത് കൂടാതെ വന്നിട്ടുള്ള 2-3 കിടൽ ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് ആഡ്മി ആണ്. ക്യാമറയിൽ ആഡ്മി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ 2 ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു, ആ സീനിലേക്ക് അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയ ആൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറി നിന്നിട്ടോ ഒക്കെ നമ്മൾ രണ്ടാമതും ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്ത് ഈ കാണുന്ന തരത്തിലുള്ള റിസൾട്ട് തരും. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു സംഗതിയാണ് പിക്സൽ സ്റ്റുഡിയോ. വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും. നമ്മൾ ടെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ, ഇപ്പോൾ ഞാനിവിടെ ക്യാറ്റ് വിത്ത് ഐസ്ക്രീം എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉള്ള നല്ല അടിപൊളി ക്യാറ്റിനെയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഒരു നല്ല സംഗതി കൂടി ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് സ്ക്രീൻഷോട്ട് ആണ്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതൊക്കെ ഒരു ആപ്പിലേക്ക് സേവ് ആയി കിടക്കും. ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഓർത്ത് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും ഓർമ്മയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ തന്നെ ആ സ്ക്രീൻഷോട്ട് തപ്പിയെടുത്ത് പോയി കൊണ്ടുതരും. അതൊരു നല്ല ഫീച്ചറായി എന്തായാലും. സോ ഇങ്ങനെയുള്ള ചില ഫീച്ചറുകൾ പുതിയതായിട്ട് വന്നിരിക്കുന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായി, പക്ഷെ അതൊരു ഫീച്ചർ മാത്രമാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിന്റെ ഡിസ്പ്ലേ യാതൊരു ഇഷ്യൂ ഇല്ല, പെർഫെക്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, യാതൊരു കംപ്ലൈന്റും പറയാനില്ല. 6.8 ഇഞ്ച് വരുന്ന ആക്ച്വ ഡിസ്പ്ലേ എന്ന് അവർ പറയുന്ന LTPO ഡിസ്പ്ലേ, OLED ഡിസ്പ്ലേ ആണ്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിലടക്കം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു വിഷയമില്ല, പക്ക സെറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു പ്യുവർ ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിന്റെ എല്ലാ ഘടകങ്ങളും പറഞ്ഞു. എല്ലാ സ്പെക്കും ഞാൻ വലിച്ചു വാരി പറഞ്ഞിട്ടില്ല, കാരണം ഇതൊരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഒന്നും അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. കാരണം ഇതിൻ്റെയൊക്കെ വീഡിയോ അൺബോക്സിംഗ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ എല്ലാം വലിച്ചു വാരി പറയാതെ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഓരോ ഭാഗങ്ങളിലെയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത ഈ ഫോണിന്റെ കാര്യത്തിൽ സർവീസ് സെന്റർ എല്ലായിടത്തും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സർവീസ് നിങ്ങളുടെ അടുത്ത് കിട്ടുമോ, നിങ്ങൾക്ക് ആക്സസിബിൾ ആണോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ സർവീസ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, എല്ലാം അവർ ബെസ്റ്റ് ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നന്നായിരിക്കും. സോ അങ്ങനെയാണ് പിക്സൽ 9 Pro XL എന്ന ഫോണിന്റെ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.